കണ്ണൂർ ചുഴലി വില്ലേജിലെ ഞെട്ടിക്കുന്ന അനധികൃത ഭൂമി കയ്യേറ്റത്തിൽ വ്യാപക പരാതി. മിച്ചഭൂമിയായി സർക്കാർ പതിച്ചു നൽകിയ ഭൂമി പോലും കയ്യേറ്റം നടത്തി സ്വന്തമാക്കിയെന്നാണ് നാട്ടുകാരുടെ പരാതി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് കൂടുതൽ പേർ പരാതിയുമായി എത്തിയത്. ചുഴലി വില്ലേജിലെ കൊളത്തൂർ, കിരാത്ത്, മാവിലംപാറ, എടക്കുളം എന്നിവിടങ്ങളിലാണ് വ്യാപക കയ്യേറ്റം നടന്നിരിക്കുന്നത്. കാഞ്ഞിരങ്ങാട്, പടപ്പേങ്ങാട് ദേവസ്വം ഭൂമിയിലും വ്യാപക കയ്യേറ്റം നടന്നതായി പരാതിയുണ്ട്. ഡിജിറ്റൽ സർവേ പൂർത്തിയാകും മുൻപേ റവന്യൂ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ എടക്കുളം തറവാടിൻ്റെ പേരിലുള്ള സ്ഥലത്ത് ഇപ്പോൾ അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തി വ്യാജരേഖയും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സ്ഥലം കയ്യേറിയിട്ടുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ സർവേ വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം വ്യാപകമായിട്ട് ഒരു 2-3 ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ വ്യാജരേഖകളും ഉണ്ടാക്കി. പിന്നെ കാടൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രധാന ആളാണ് ഈ രേഖകളെല്ലാം ഉണ്ടാക്കുന്നതിന് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് കൂട്ടുനിന്ന ഈ വില്ലേജ് ഓഫീസിലെ ആൾക്കാരും താലൂക്കിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നുമുള്ള ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള പട്ടയങ്ങളും അതുപോലെ സമ്പാദിച്ചിട്ടുള്ളത്. ഇതിൽ കാണുന്ന ഈ ഓരോ പെയിൻ്റ് അടിച്ച സംഭവം നമുക്ക് സിദ്ധാർത്ഥൻ കമ്മിറ്റി എന്ന കമ്മിറ്റി അളന്ന് നമുക്ക് പ്ലോട്ടാക്കി EP ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ പകർത്തുന്നത് കാടൻ രവി എന്ന് പറയുന്ന ഒരു രേഖ പകർത്തുമ്പോൾ അതിലെല്ലാം കാണുന്ന പേരും ഈ കാടൻ രവി, അവരെ വൈഫ് ഉമാദേവി. പട്ടയൻ രവി അവൻ്റെ ശില്പനിലയത്തിലെ കുറച്ച് ആൾക്കാരും കൂടി ഈ ഭൂമികൾ മുഴുവൻ സർക്കാർ ഭൂമി അടക്കം കയ്യേറിയിട്ട് കള്ളരേഖ ഉണ്ടാക്കുക, അത് വിൽപ്പന നടത്തുക. എടക്കുളം തറവാട്ടിന് 117 ഏക്കർ 46 സെൻറ്റ് സ്ഥലമുണ്ട്. 117 ഏക്കർ 46 സെൻറ്റ് സ്ഥലവും ഞങ്ങളെ അവകാശപ്പെട്ടതാണ്. അതിൽ ഏതാനും ചില പണ്ടത്തെ കാരണവന്മാർ കുറേശ്ശെ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ഇപ്പം കയ്യേറിയിട്ട് അതിർ വെച്ചിട്ട് നീതിയും രേഖയും പട്ടയിലാക്കിയിട്ട് ഞങ്ങളിപ്പം കയറാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ വീട്ടിലെ ചുരുക്കം. കയറാൻ പോകുമ്പോൾ ഈ കയറാൻ കച്ചാളുകളെടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വരുന്നു. നമ്മുടെ സ്ഥലത്തിൻ്റെ ബന്ധപ്പെട്ട് 1969 നമ്മൾ ആദ്യമായിട്ട് സ്യൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വിധിയായി വരുന്നത് ഏകദേശം 2012 ആകുമ്പോഴേക്കാണ് നമുക്ക് വിധി വരുന്നത്. അന്ന് തന്നെ 117 ഏക്കർ കേസ് കൊടുത്തിട്ടും പലരും കൈവശം വെച്ച് വീട് വെച്ചിട്ടും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് കോടതി ഓർഡർ എന്ന് വന്നത്. 55 ഏക്കർ 17 സെൻറ്റിന് നമുക്ക് ഓർഡർ വന്നത്. ആ ഓർഡർ വന്നിട്ട് അതുപോലും നമുക്ക് ഇന്ന് കൈവശം അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം പലരും അത് കയ്യേറിയിരിക്കുകയാണ്. ഈ പ്ലാൻ കാണാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ കാണുന്ന ഈ ഓരോ പെയിൻ്റ് അടിച്ച സംഭവം കോടതി നമുക്ക് അളന്ന് ഒരു സിദ്ധാർത്ഥൻ കമ്മിറ്റി എന്ന കമ്മിറ്റി അളന്ന് നമുക്ക് പ്ലോട്ടാക്കി EP ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇത് പലരും അന്യായമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണ്, അന്യായമായി കയ്യേറിയിരിക്കുകയാണ്, പല രേഖകളും ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ പല രേഖകളും ഈ രജിസ്റ്റർ ഓഫീസിൽ പോയി പകർത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാം വാക്കാലിനൊരു വേർഡ് കൊണ്ടാണ് പല ആൾക്കാരും രേഖകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ ഓൾറെഡി അട്ടപ്പേർ ജന്മിയാണ്. നമ്മൾ 1 സെൻറ്റ് സ്ഥലം പോലും ഇവർക്കാർക്ക് നമ്മൾ കൊടുക്കാതെ കണ്ട് തന്നെ ഒരിക്കലും ഒരു കേസിലെ സ്ഥലം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ കേസിലെ സ്ഥലം കൊടുക്കാൻ പറ്റാണ്ട് പോലും അവരതിന് പേരിൽ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് പല ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത്. ഇതിന് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പറയാനുള്ളത്. നമ്മളെ ഈ സ്ഥലത്തുപ്പെട്ട തന്നെ ആരോ ഒരാൾ പട്ടയത്തിന് അപേക്ഷിച്ചിരുന്നു. അപേക്ഷിച്ച സമയത്ത് മൈനറായൊരു വ്യക്തിയായിരുന്നു. അവരെ അമ്മ മരിച്ചു. അവരെ മോള് അതായത് മൈനർ അന്ന് ആ പട്ടയത്തിന് അപേക്ഷിക്കുമ്പോൾ മൈനറായൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പോയിട്ട് പട്ടയം സ്വീകരിക്കുന്നത്. ആ അപേക്ഷ കൊടുത്താൽ ഞാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അപേക്ഷ സ്വീകരിക്കാൻ പറ്റും. പട്ടയത്തിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റില്ല മൈനറായൊരു വ്യക്തിക്ക്. പക്ഷേങ്കിൽ അവരെ ആ അപേക്ഷ കൊടുത്താൽ മരിച്ചപ്പോൾ അയാളെ മകള് ഇന്ന് പോയിട്ട് പട്ടയം വാങ്ങി രേഖ ചെയ്യുമെന്ന്. നമ്മൾ ഈ എടക്കുളം തറവാടിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അച്ഛൻ ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നം ചെയ്തതാണ്. പിന്നെ ആ സ്ഥലത്തൊക്കെ പ്രവേശിച്ചപ്പോൾ നമ്മുടെ അച്ഛനെ ആക്രമിക്കാനും അതുവഴി നമ്മളെ സ്ഥലത്തിന് നാശം വരുത്തുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ സർവേ വന്നതിന് ശേഷമാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രംഗത്തിറങ്ങുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തറവാടിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിന് ഇനിയും ഇവിടെ നമുക്കൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്കിനി ഈ എടക്കുളം തറവാടിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്കിനി വ്യാജരേഖ ഉണ്ടാക്കാൻ ഇനി ഇവിടെ പറ്റില്ല എന്നില്ല. എല്ലാവരും നാട്ടുകാരെ മൊത്തത്തിൽ അത് എന്ന് വെച്ചാൽ അതിന് ഒരു നടപടി സ്വീകരിക്കുക. ഈ രേഖകളെല്ലാം നമ്മളെ തറവാട്ടിൻ്റെ സ്ഥലത്തിന് വ്യാജരേഖയായിട്ട് കണ്ടവർ പകർത്തിക്കൊണ്ടുവന്ന ഇതാണ് നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ ഓരോരാളും ഉണ്ടാക്കിയ രേഖകളാണ്, കള്ളരേഖകൾ. സ്ഥലത്തിന് വ്യാജമായിട്ടുണ്ടാക്കിയ രേഖകൾ. ഇതൊക്കെ 1-2 മാത്രമല്ല, 1-2 മാത്രം നിരവധി രേഖകളുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പകർത്തുന്നത് കാടൻ രവി എന്ന് പറയുന്ന ഒരു ഇവിടെ കൊളത്തൂരിലെ അവരാണ് എല്ലാവർക്കും ഈ കള്ളരേഖകളും പട്ടയങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത്. പട്ടയം രവി എന്ന് പറയപ്പെടുന്നുണ്ട് അവർ. എല്ലാ സ്ഥലത്തിനും ഞങ്ങൾ തമ്മിൽ വ്യക്തമായ തെളിവുകളും രേഖകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ
ഈ 117 ഏക്കറാണ്. 117 ഏക്കർ ഞങ്ങൾക്കുള്ള സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ ഞങ്ങൾ അളക്കാനായിട്ട് പോകുമ്പോൾ സ്ഥലത്തെ എല്ലാവരും കണ്ടമാനം കൈയേറിയിട്ട് എൻ്റെ കയ്യിൽ രേഖയുണ്ട് ഇങ്ങനെ പറയുന്നു. പക്ഷേ അവരുടെ കയ്യിലുള്ള രേഖ എല്ലാം വ്യാജമാണ്. അതിന് വ്യക്തമായ തെളിവുകളാണ് ഇതെല്ലാം. ചുഴലി വില്ലേജിൽ കൊളത്തൂർ ദേശത്ത് നിരവധി സർവേ നമ്പറുകളിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 2-3 ആൾ കെയർ ഓഫിൽ, അതായത് പട്ടയം രവി അവൻ്റെ ശില്പനിലയത്തിലെ കുറച്ച് ആൾക്കാരും കൂടി ഈ ഭൂമികൾ മുഴുവൻ സർക്കാർ ഭൂമിയടക്കം കയ്യേറിയിട്ട് കള്ളരേഖ ഉണ്ടാക്കുക, അത് വിൽപ്പന നടത്തുക, അതിൻ്റെ ആനുകൂല്യം പറ്റുക. അതാണ് അവരുടെ പരിപാടി. ഇവൻ്റെ രവീൻ്റെ പരിപാടി പൈസ വാങ്ങിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലം എത്രയാണെന്ന് ചോദിച്ചാൽ അത് ആ സ്ഥലം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് അതിന് നികുതി മുറിച്ചു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്വാധീനിച്ചിട്ട്, അതായത് ഒരു സ്ഥലത്തിൻ്റെ മാത്രമല്ല, ഇവിടെ പല സ്ഥലങ്ങൾ സർക്കാരിൻ്റെതായാലും ദേവസ്വത്തിൻ്റെതായാലും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അതാ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അതിപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെതാണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. അത് മുഴുവൻ ഇപ്പോൾ ഇവർ കൈയടക്കിയിട്ടാണ്. 1-2 ഏക്കർ ഭൂമിയല്ല, 500-ലധികം ഏക്കർ ഭൂമിയാണ് അനധികൃതമായി കയ്യേറിയിരിക്കുന്നത്. ദേവസ്വം ഭൂമിയിലും സർക്കാർ ഭൂമിയിലും വരെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. ഈ കയ്യേറ്റത്തിന്റെ രേഖകൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. അർജുൻ കല്യാടാണ് ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ കല്യാട്, ഗുഡ് ഈവനിംഗ്. നമ്മൾ ആദ്യഘട്ടത്തിൽ പുറത്തു കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ ഭൂമി നഷ്ടമായിട്ടുണ്ട്. കയ്യേറ്റത്തിൽ അവർക്ക് പോയ ഭൂമിയുടെ കണക്ക് കൂടി അവർ പറയുന്നുണ്ട്. ഇത് ഒരു വലിയ മാഫിയയല്ലേ? അന്ന് നമ്മൾ ഇതിന്റെ ഒരു അറ്റമാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ ഇത് പടർന്ന് പന്തലിക്കുന്ന കൃത്യമായ ഒരു സംഘമാണെന്ന് ബോധ്യപ്പെടുകയല്ലേ? നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും റവന്യൂ വകുപ്പ് അനങ്ങാത്തത് എന്താണ് അർജുൻ? സുജിയ, വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ചില കണക്കുകളാണ് ഇതിൻ്റെ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ ഡിസംബർ മാസം 27-ാം തീയതിയാണ് ആദ്യമായി റിപ്പോർട്ടർ ടി വി ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നത്. അന്ന് ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്നിപ്പോൾ ഏകദേശം 20 ദിവസത്തോളം തന്നെ പിന്നിടുകയാണ്. ആ 20 ദിവസത്തിനിടയിൽ ഏകദേശം ഒരു 40-നും 60-നും ഇടയിലുള്ള ഒരു ഫോൺ കോളുകൾ പല രീതിയിലുള്ള പരാതികൾ അറിയിച്ചുകൊണ്ട് നാട്ടുകാർ റിപ്പോർട്ടർ ടി വിയെ സമീപിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ചില കണക്കുകളാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ചുഴലി വില്ലേജിനെ സംബന്ധിച്ച് അത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ ദേവസ്വം ഭൂമികളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഏകദേശം 2000-നും 2500-നും ഇടയിൽ സർക്കാർ ദേവസ്വം ഭൂമികൾ ആ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും കുളത്തൂർ, അതുപോലെ തന്നെ കിരാത്ത്, മാവിലമ്പാറ, എടക്കുളം തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇത്രയും അധികം ഭൂമിയുള്ളത്. ആ ഭൂമിയാണ് പല സമയങ്ങളിലായി ചില മാഫിയ സംഘങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി അനധികൃതമായി കയ്യേറിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മുൻപ് പല സർക്കാരുകളുടെ കാലത്തും 3 സെൻറ്റ് മുതൽ 1 ഏക്കർ വരെയുള്ള സ്ഥലം പല ആൾക്കാർക്കായി പതിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പതിച്ചു നൽകിയിട്ടുള്ള ഭൂമിയിലേക്ക് പിന്നീട് അല്പനാളുകൾക്ക് ശേഷം അവർ ചെന്ന് നോക്കുമ്പോൾ അത് ചെങ്കൽപ്പണയായി മാറിയിട്ടുണ്ട്. പലയിടങ്ങളിലും അത് കയ്യേറ്റം നടത്തി മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തി കാണുന്നു. അവരുടെ, അതായത് പതിച്ചു നൽകിയ ആൾക്കാരുടെ ഭൂമി പോലും എവിടെയാണ് എന്ന് പോലും കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത അത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു ഭൂമി കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള 2 ദേവസ്വം ഭൂമിയിലുള്ള കയ്യേറ്റമാണ്. ഒന്ന് കാഞ്ഞിരങ്ങാട് ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ പടപ്പങ്ങാട് ദേവസ്വത്തിൻ്റെയും 1200-ലധികം ഏക്കർ ഭൂമി ആ പ്രദേശത്തുണ്ട്. ആ 1200-ലധികം ഏക്കർ ഭൂമിയിലും വ്യാപകമായിട്ടുള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. മുൻപ് CPIM-ൻ്റെ നേതൃത്വത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിലേക്ക് ഉൾപ്പെടെ ചില പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് അതെല്ലാം തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ദേവസ്വം ഭൂമിയിൽ പോലും ചെങ്കൽ ഖനനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കയ്യേറ്റം നടത്തിക്കൊണ്ട് ആ ഭൂമി ഇപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ അത്രയും ഏക്കർ ഭൂമിയിൽ ഒരു വലിയ അളവോളം ഭൂമി പല വ്യക്തികളായി സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രതികരണമായി കണ്ടിട്ടുള്ളത് ഒരാളുടേത് മാത്രമാണ്. ഇത് മാത്രമല്ല, നമുക്ക് പ്രതികരണമായി ലഭിച്ചിട്ടുള്ളത് നിരവധിയായിട്ട് ആൾക്കാരുടെ പ്രതികരണങ്ങളുണ്ട്. അത് നമുക്ക് സാധ്യമാവുമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് കുറച്ചുകൂടി അത് മനസ്സിലാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഈ കൊള്ളയിൽ റവന്യൂ വകുപ്പ് അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലെല്ലാം തന്നെ ഡിജിറ്റൽ സർവേ ആദ്യമായി തന്നെ കണ്ണൂർ ജില്ലയിൽ പൂർത്തിയാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ചുഴലി വില്ലേജിലാണ് നടത്തിയിട്ടുള്ളത്. ആ ചുഴലി വില്ലേജിലെ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഈ കയ്യേറ്റം നടത്തിയിട്ടുള്ള ഭൂമി പോലും അല്ലെങ്കിൽ അത് നിയമപരമായിട്ടുള്ള ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള
ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് വ്യാപകമായ പരാതിയുണ്ട്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ തഹസിൽദാറോ മാത്രം അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമോ പരിശോധനയോ മാത്രം നടത്തിയാൽ ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല എന്നത് വ്യക്തമാണ്. കാരണം വില്ലേജ് ഓഫീസിലെയും തഹസിൽദാർ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലെയും ചില ഉദ്യോഗസ്ഥർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉന്നതമായിട്ടുള്ള റവന്യൂ വകുപ്പ് നേരിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ആ മേഖലയിലുള്ള ആൾക്കാർ ഇപ്പോൾ പ്രതികരണമായി നടത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു തീവട്ടിക്കൊള്ളയുടെ അല്ലെങ്കിൽ തീവട്ടി ഭൂമി കയ്യേറ്റത്തിൻ്റെ ഒരു കഥ തന്നെയാണ് ചുഴലി വില്ലേജിനകത്ത് കാണാൻ വേണ്ടി കഴിയുക. ഏകദേശം 500-ലധികം ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയത്. പക്ഷേ 500-ൽ നിൽക്കാൻ സാധ്യതയില്ല ഈ ഭൂമി കയ്യേറ്റം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അതിന്റെ തെളിവുകൾ സഹിതം രേഖകൾ സഹിതം മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ റവന്യൂ വകുപ്പ് ഇടപെടുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം നമ്മുടെ അന്വേഷണം തുടരുകയും ചെയ്യാം. അർജുൻ കല്യാടാണ് ഈ അന്വേഷണം നയിക്കുന്നത്.